ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണ തോണിയെത്തി. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്രയാണ് പുലർച്ചെ 6 മണിയോടെ ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയത്. കുമാരനല്ലൂർ മങ്ങാട്ടിലെത്തിയ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കൊല്ലം തിരുവോണ തോണിക്ക് നായകത്വം വഹിച്ചത്. വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ഓണം ഇങ്ങെത്തി ആദ്യം തന്നെ തിരുവോണ ദിന ആശംസകൾ. നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളെല്ലാം ആയി തിരുവോണ തോണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല മഴയുണ്ടല്ലേ? സംഗീത, രാവിലെ തന്നെ നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ ഓണാശംസകൾ. എന്തായാലും ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ഇതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തിരുവോണത്തോണി ഇപ്പോൾ ക്ഷേത്ര കടവിൽ എത്തിയിട്ടുണ്ട്. സർവ്വവിഭവങ്ങളും തിരുവോണ സദ്യയ്ക്കുള്ള സർവ്വവിഭവങ്ങളും ആയിട്ടാണ് തിരുവോണത്തോണി എത്തിയിട്ടുള്ളത്. അതായത് ഈ കുത്തിയ അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വവിഭവങ്ങളും തിരുവോണത്തോണിയിൽ ഉണ്ട്. മങ്ങാട്ട് ഭട്ടതിരിയാണ് ഈ തിരുവോണത്തോണിക്ക് നായകത്വം വഹിക്കുന്നത്. കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച തിരുവോണത്തോണിയാണ്, യാത്ര ആരംഭിച്ച തിരുവോണത്തോണിയാണ് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇപ്പോൾ ക്ഷേത്ര കടവിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നിരവധി പള്ളിയോടങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി പള്ളിയോടങ്ങൾ ഈ തിരുവോണത്തോണിയെ അനുഗമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രം ഭാരവാഹികളും പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് നിലവിൽ ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുകയാണ്. ഈ തിരുവോണത്തോണിയിലാണ് ക്ഷേത്രത്തിൽ നിന്ന് കൈമാറുന്ന വിളക്ക് ഉള്ളത്. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ കൈമാറിയ വിളക്ക് ഉള്ളത്. ആ വിളക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ കെടാവിളക്കായി ഇനി കത്തുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വള്ളപ്പാട്ടുകളുമായി പള്ളിയോടങ്ങളെല്ലാം തന്നെ ഈ തിരുവോണത്തോണിയെ അനുഗമിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി ഭക്തരും ഇന്ന് പുലർച്ചെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആറന്മുളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണച്ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്നതും എല്ലാം തന്നെ. ആറന്മുളക്കാരെ സംബന്ധിച്ച് അവരുടെ തിരുവോണ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ക്ഷേത്രത്തിലെത്തി തിരുവോണത്തോണിയെ സ്വീകരിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവോണത്തോണിയിലുള്ള ആ വിളക്ക്, ആ വിളക്കാണ് ഈ ആറന്മുള ക്ഷേത്രത്തിലെ കെടാവിളക്കായി അഗ്നിയായി മാറുന്നത്. ആ കെടാവിളക്കിലേക്ക് അഗ്നി പകർന്ന ശേഷം മാത്രമാണ് ആറന്മുള ക്ഷേത്രത്തിലെ പൂജകൾ, ദൈനംദിന പൂജകൾ ആരംഭിക്കുകയുള്ളൂ. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം സമർപ്പിച്ച ശേഷമാണ് ഈ നായകത്വം വഹിച്ച മങ്ങാട്ട് ഭട്ടതിരി തിരികെ മടങ്ങുക. എന്തായാലും നിരവധി ഭക്തർ ഇപ്പോഴും ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആറന്മുളയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആറന്മുള ക്ഷേത്രത്തിലെത്തുന്ന ആളുകളുടെ എല്ലാം തന്നെ ഓണം തിരുവോണ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ഈ തിരുവോണത്തോണിയെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇന്നലെ വൈകിട്ട് കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തിരുവോണത്തോണിയാണ് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് പുലർച്ചെ ഇപ്പോൾ 6 മണിയോടെ ക്ഷേത്രക്കടവിൽ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഈ ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള സർവ്വ വിഭവങ്ങളുമായിട്ടാണ് ഇവിടെ തിരുവോണത്തോണി എത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുത്തിയ നെല്ല് മുതൽ കദളിപ്പഴം വരെയുള്ള എല്ലാ വിഭവങ്ങളും ഈ തിരുവോണത്തോണിയിൽ എത്തിയിട്ടുണ്ട്. തിരുവോണത്തോണിയെ അനുഗമിച്ചുകൊണ്ട് പള്ളിയോടങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. വള്ളപ്പാട്ടുകളുമായി, വഞ്ചിപ്പാട്ടുകളുമായി അവരെല്ലാം തന്നെ ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും നിരവധി ഭക്തർ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറന്മുളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുടെ എല്ലാം തന്നെ തിരുവോണ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ഈ തിരുവോണത്തോണിയെ സ്വീകരിച്ചു കൊണ്ടാണ്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വിളക്ക് ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന ആ വിളക്കാണ് നിലവിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ആറന്മുള ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് അത് അഗ്നിയായി പകരും. അങ്ങനെയാണ് പിന്നീട് ഈ കെടാവിളക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും നിരവധി ആളുകൾ, ഈ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിലെ ഐതിഹ്യവും വിശ്വാസവും എല്ലാം തന്നെ ആറന്മുളക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ തിരുവോണ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി, രാവിലെ ക്ഷേത്രത്തിലെത്തി ഈ തിരുവോണത്തോണി ഇവിടെ എത്തുന്നതും കാത്തുനിന്ന് തിരുവോണത്തോണിയെ സ്വീകരിച്ചുകൊണ്ടാണ് അവരുടെ തിരുവോണ ദിവസം ആരംഭിക്കുന്നത്. അങ്ങനെ തിരുവോണത്തോണിയും
പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രക്കടവിൽ എത്തുമ്പോൾ ഭക്തരും പള്ളിയോടക്കാരും കരക്കാരും എല്ലാവരും ചേർന്ന് ഭക്തിസാന്ദ്രമായി ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കും. വഞ്ചിപ്പാട്ടുകളുമായി തിരുവോണത്തോണിയെ സ്വീകരിക്കും. ശേഷം തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. ആ വിഭവങ്ങളാണ് തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം തിരുവോണ സദ്യയ്ക്ക് വേണ്ടി ഇവിടെ എടുക്കുന്നത്. സർവ്വ വിഭവങ്ങളും ഉണ്ടാകും. എല്ലാ വിഭവങ്ങളും ഈ തിരുവോണത്തോണിയിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ച തിരുവോണത്തോണിയിലാണ് ഈ വിഭവങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്. ഇതിന് പിന്നിലുള്ള വിശ്വാസം ആറന്മുളക്കടുത്തുള്ള കാട്ടൂർ മങ്ങാട്ടില്ലത്തെ ഭട്ടതിരിക്ക് പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസമാണ്. സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആ ഭട്ടതിരിക്ക് ഒരു കുട്ടി ജനിച്ചപ്പോൾ അത് ആറന്മുള ഭഗവാന്റെ കൃപയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ കരുതി. അങ്ങനെ എല്ലാ വർഷവും തിരുവോണ സദ്യ ഉണ്ണും മുമ്പ് അദ്ദേഹം ഒരു ബ്രഹ്മചാരിക്ക് ഭക്ഷണം നൽകുന്ന ഒരു പതിവ് ആരംഭിച്ചു. ഒരിക്കൽ ഈ പതിവ് തെറ്റുകയും ഈ ഭക്ഷണം കഴിക്കാൻ ആരും എത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ആരും എത്താത്തതിനാൽ തൻ്റെ തിരുവോണ സദ്യ താൻ ഒരുക്കി വെച്ച ആ ഭക്ഷണം കഴിക്കാൻ ആരും എത്താത്തതിനാൽ തന്നെ ഈ ഭട്ടതിരിയും ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ബാലൻ അവിടെ ആ ഭക്ഷണം കഴിക്കാനായി എത്തി. തിരുവോണ സദ്യ കഴിക്കാനായി എത്തി. അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചു. പിന്നീട് ഈ ഭട്ടതിരി ഒരു സ്വപ്നം കാണുന്നു. അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ കരുതിയിരുന്നു. അതായത് തിരുവാറന്മുള അപ്പനാണ് ആ ബാലനായി എത്തിയത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ആ ഭട്ടതിരി ആ സ്വപ്നം കണ്ടതു മുതൽ തിരുവാറന്മുള അപ്പനാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചത് മുതൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വിശ്വസിച്ചു. അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ തിരുവാറന്മുള അപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞു, തൊട്ടടുത്ത വർഷം മുതൽ തിരുവോണത്തിനുള്ള സദ്യവട്ടങ്ങളുമായി ഭട്ടതിരി മങ്ങാട്ടില്ലത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് ആ സ്വപ്നത്തിൽ പറഞ്ഞതായും അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം മുതൽ ഈ കാട്ടൂർ ഇല്ലത്തു നിന്നും തിരുവോണത്തോണിയിൽ അദ്ദേഹം ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിനായുള്ള വിഭവങ്ങൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അന്നു മുതൽ വന്നു പോന്നിരുന്ന ആ തോണിയെയാണ് തിരുവോണത്തോണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ ഈ തിരുവോണത്തോണിയിൽ വിഭവങ്ങളുമായി ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച ഘട്ടത്തിൽ യാത്രാമധ്യേ അദ്ദേഹത്തെ കൊള്ളക്കാർ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചതറിഞ്ഞ് കരക്കാർ പള്ളിയോടങ്ങളിൽ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി എത്തി. അങ്ങനെയാണ് ഈ പള്ളിയോടങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നത്. തുടർന്ന് അടുത്ത വർഷങ്ങളിൽ ഈ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി ഈ ഉയർന്ന അമരം, അതായത് ഈ ഉയർന്ന അമരമുള്ള അതുപോലെ തന്നെ അങ്ങനെയുള്ള വള്ളങ്ങൾ പള്ളിയോടങ്ങളായി ഉപയോഗിച്ചു. ചുണ്ടൻ വള്ളങ്ങളാണ് എത്തിയത്. ഇവയാണ് ആറന്മുള പള്ളിയോടങ്ങളെന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ആചാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ഭാഗമായത് അങ്ങനെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗം കൂടിയാണ് ആറന്മുളയിലെത്തുന്ന തിരുവോണത്തോണിയും പള്ളിയോടങ്ങളും എല്ലാം തന്നെ. അത് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അത് ഇങ്ങനെ തുടർന്നു പോരുന്നു. ആറന്മുളക്കാർക്ക്, ആറന്മുളയിലെ വിശ്വാസികൾക്ക് അവരുടെ തിരുവോണം എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്നത് തിരുവോണത്തോണിയെ സ്വീകരിച്ചുകൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിശ്വാസങ്ങൾ അതിന് പിന്നിലുണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ തുടർന്നു പോവുകയാണ്. തിരുവോണക്കാലത്ത് അവരുടെ തിരുവോണ ദിനം ആരംഭിക്കുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ തിരുവോണത്തോണിയെ സ്വീകരിച്ചുകൊണ്ട് അതിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കെടാവിളക്കിലേക്ക് അഗ്നി പകർന്നുകൊണ്ടൊക്കെയാണ് അവരുടെ ഈ തിരുവോണ ദിവസം ആരംഭിക്കുന്നത് തന്നെ. അത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസത്തിന്റെ ഭാഗമാകുന്നു. എന്തായാലും നിലവിൽ മങ്ങാട്ട് ഭട്ടതിരിയുടെ നായകത്വത്തിൽ ഇവിടെ എത്തിയ ഈ തിരുവോണത്തോണിയിൽ നിന്നും അഗ്നി ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇവിടെയുള്ള വിളക്കിലേക്ക് അഗ്നിയായി പകരുന്നത്. വിഭവങ്ങൾ തിരുവോണ സദ്യയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ള വിഭവങ്ങൾ, സർവ്വ വിഭവങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെല്ല്
കുത്തിയ അരി മുതൽ കദളിപ്പഴം വരെയുള്ള സകല വിഭവങ്ങളും ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തരം വിശ്വാസങ്ങളുടെയും ഭാഗമാണ് ഓണക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നുകൂടിയാണ് ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കലും ഈ ആറന്മുള ക്ഷേത്ര ദർശനവും എല്ലാം തന്നെ. അങ്ങനെ എന്തായാലും ഈ മങ്ങാട്ട് ഭട്ടതിരി കിഴി സമർപ്പിച്ച ശേഷം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും തിരികെ മടങ്ങുക. ആ ഘട്ടത്തിൽ ക്ഷേത്രത്തിലെത്തിയ ആളുകൾ അവരുടെ തിരുവോണ ദിവസങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അവരുടെ തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരും കടക്കും. സംഗീത, തീർച്ചയായും തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വളരെ മനോഹരമായി തന്നെ ശ്രീ രാജ്ബാബു ആറന്മുളയിൽ നിന്ന് പങ്കുവയ്ക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ അവിടെ ഇതിനോടകം എത്തിച്ചേർന്നു. ഈ ചടങ്ങുകൾക്ക് തുടക്കമായി കഴിഞ്ഞു. മഴ എന്തായാലും ഇന്നത്തെ തിരുവോണ ദിവസം അത് മഴ കൊണ്ടുപോയെന്ന് തന്നെ പറയാം. ശ്രീ രാജ്ബാബുവാണ് ആറന്മുളയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.